ഏറ്റവും ഒടുവിൽ ഭാഷാ വിവാദം. ഈ പ്രതികരണം തൊട്ടു പിന്നാലെ ഈ അമിത്ഷായുടെ, അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാളെ ലജ്ജിക്കേണ്ടി വരും എന്ന് അമിത്ഷാ പറഞ്ഞതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതികരണം നടത്തിയിട്ടേ ഉള്ളൂ. ഉടനെ വരുന്നു താൻ മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ എടുത്തിട്ട് അതിന് മറുപടി പറയും. എന്തിനാണ് ആ മറുപടി? എന്തിനാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മോദി ബാക്കി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഹിന്ദി സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഇട്ടിരിക്കുന്നത്? അപ്പോൾ പ്രകോപിപ്പിക്കുകയാണ്, അങ്ങേയറ്റം പ്രകോപിപ്പിച്ച് പ്രതികരണം അങ്ങോട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം തരൂരിൻ്റെ അതിബുദ്ധിയാണ് അതിന് പിന്നിൽ. അതുകൊണ്ടാണ് നേതാക്കൾ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ അതേസമയം വല്ലാതെ കയറി പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ ലക്ഷ്മണ രേഖ കടന്നാൽ ആർക്കും എതിരെയും നടപടിയുണ്ട്. അപ്പോഴും കേസ് പറയുന്നുണ്ട് ഇവിടെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കോൺഗ്രസിനകത്ത് ജനാധിപത്യപരമായി സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന്. ആ സ്വാതന്ത്ര്യം എന്നുള്ളൊരു ദുസ്വാതന്ത്ര്യമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി തന്നെ ഒന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ മൂന്നാം മോദി സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. ഇനിയുള്ള കാലത്തിൽ ഒരു മന്ത്രിയായി പ്രവർത്തിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ റഷ്യയിലേക്ക് പോയിരിക്കുന്നതും പാർട്ടി കോൺഗ്രസിനോട് അനുവാദം ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മടങ്ങിയ ശേഷം AICC നേതൃത്വത്തെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പാർട്ടി എന്തായാലും അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകും. അവസാനം സ്വയം തന്നെ അങ്ങനെ പുറത്തു പോകുന്ന രൂപത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഈ നിലപാട് തുടരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് ഇങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനുശേഷം ഞാനിതാ പോകുന്നു എന്ന് തരൂർ തന്നെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതായിരിക്കും കോൺഗ്രസിന് അഭികാമ്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.